സുരക്ഷിതമല്ലാത്തതോ രാഷ്ട്രീയപരമല്ലാത്തതോ ജനപ്രിയമല്ലാത്തതോ ആയ ഒരു നിലപാട് ഒരാൾ സ്വീകരിക്കേണ്ടി വരുന്ന ഒരു സമയം വരുന്നുവെങ്കിൽ മനസാക്ഷി പറയുന്നു അത് ശരിയാണ് എങ്കിൽ അത് സ്വീകരിക്കണം. ജീവിതത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ മിക്കവാറും എല്ലാവരും തന്നെ ഒന്ന് ആടി ഒളിയാറുണ്ട്. എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാകുമോ, ആ തീരുമാനങ്ങൾ പാളിപ്പോകുമോ, അത് ആരെയെങ്കിലുമൊക്കെ വേദനിപ്പിക്കുമോ, അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് ദോഷകരമായി ഭവിക്കുമോ എന്ന് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ അവരുടെയൊക്കെ മനസ്സിനെ മതിക്കും. സാമാന്യ ജനങ്ങൾക്ക് അവരെ വ്യക്തിപരമായി ബാധിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ചില വിഷയങ്ങളിൽ തീരുമാനമെടുക്കണമെങ്കിൽ 100 വട്ടം 100 പേരോട് ആലോചിക്കേണ്ടി വരും. എവിടെയെങ്കിലും ഒന്ന് പിഴച്ചാൽ അത് ബാധിക്കുന്നത് ഒരു സമൂഹത്തെയോ ഒരു ജനതയോ ഒരു രാജ്യത്തെയോ ഒക്കെ ആകാം. അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ രക്ഷയ്ക്കെത്തുന്നത് നമ്മുടെ ആത്മാവ് തന്നെയായിരിക്കും, മനസ്സാക്ഷിയായിരിക്കും. ഒരു വിഷയത്തിൽ നമ്മൾ വിഷമിക്കുകയോ തീരുമാനമെടുക്കാൻ കഴിയാതെ ഉഴലുകയോ ആണെങ്കിൽ മനസ്സ് നമ്മളോട് പറയും അതങ്ങോട്ട് അങ്ങനെ തന്നെ ചെയ്തോ, അത് അങ്ങനെ ചെയ്താൽ 100% വിജയിക്കുകയും ചെയ്യും. എന്നാൽ മനസ്സ് പറയുകയാണ് വേണ്ട കേട്ടോ, ആ കാര്യം വിട്ടുകളാ, ആ വഴിയെ പോകണ്ട, ആ തീരുമാനം ശരിയല്ല എന്ന്. മനസ്സ് വേണ്ട എന്ന് പറഞ്ഞാൽ അതിനെ അവഗണിച്ച് ആ കാര്യം ചെയ്താൽ സർവത്ര കുഴപ്പമുണ്ടാകും. ഇത് പലരുടെയും അനുഭവങ്ങളിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒട്ടും സുരക്ഷിതമല്ലാത്ത കാര്യമാണെങ്കിലും അത് രാഷ്ട്രീയപരമല്ലെങ്കിലും ജനങ്ങൾക്കൊട്ടും തൃപ്തി വരാത്തതാണെങ്കിലും ഒരാൾ അതിൻ്റെ ഒരു പ്രസ്തുത വിഷയത്തിൽ നിലപാട് സ്വീകരിക്കാൻ ചില സമയങ്ങളിൽ നിർബന്ധിതനാകാറുണ്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അയാളുടെ മനസ്സാക്ഷിയാണ് അയാൾ പറഞ്ഞത് ആ തീരുമാനം എടുത്തോളൂ എന്ന്. അയാളത് സ്വീകരിക്കും. അയാളുടെ തീരുമാനം വലിയ കയ്യടിയോടെ ജനലക്ഷം അംഗീകരിക്കുകയും ചെയ്യും. ശുഭദിനം.